അതേ കർത്താവ് അത് പ്രാപിക്കും. The Lord is going to return. അവൻ മടങ്ങി വരും. The reign of the Lord is for sure. അവന്റെ ഭരണം എന്നുള്ളത് ഉറപ്പാണ്. There is no doubt about it. അതിൽ യാതൊരു സംശയവുമില്ല. However, the deputation of Judaizers went and tried to oppose. യഹൂദന്മാര് എത്രമാത്രം ബന്ധപ്പെട്ടു പോയി അവർ അതിനു വേണ്ടി പ്രതിഷേധം നടത്തിയെങ്കിലും they were not successful. അതിലവർ വിജയിച്ചില്ല. However, the enemies of the cross tried to make an obstacle. They were not successful. അതേ ക്രൂശിനെതിരായിട്ട് ആരൊക്കെ എതിർത്തുവോ അതൊന്നും വിജയിച്ചിട്ടില്ല. Do you believe Jesus Christ is going to come? അതെ, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തു വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? And he is going to come any moment of our life. നമ്മുടെ ജീവിതത്തിന്റെ ഏത് നിമിഷവും അവൻ വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? Could be in our lifetime. നമ്മുടെ ആയുസ്സിൽ തന്നെ സംഭവിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? But as far as his coming is concerned, അവന്റെ രാജ്യത്വത്തെ സംബന്ധിച്ചിടത്തോളം we find there are, some are not really serious about it. ചിലർക്ക് അതിൽ യാതൊരു ഉത്സാഹവുമില്ല. And they are not engaged in the things that the Lord has entrusted them with. കർത്താവ് വെച്ചിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. The promise of the Lord is he is going to return for sure. കർത്താവിന്റെ വാഗ്ദത്തം എന്ന് പറയുന്നത് അവൻ മടങ്ങി വരുമെന്നുള്ളതാണ്. And when he comes, he will set right everything for sure. അവൻ മടങ്ങി വരുമ്പോൾ എല്ലാം കാര്യങ്ങളും അവൻ നേരെയാക്കും. Just look at that passage little more. ഒരു പ്രാവശ്യം കൂടെ ആ ഭാഗത്തിലേക്ക് നാം കടന്നു നോക്കാം. When the master comes and he calls them, ആ യജമാനൻ വന്ന് അവരെ വിളിക്കുമ്പോൾ he is one who is going to reassess what he has entrusted to us. അവൻ പരമേൽപ്പിച്ചിരിക്കുന്ന അവൻ വന്ന് കണക്ക് നോക്കുമെന്നുള്ള കാര്യം നാം ഓർക്കുക. He is going to divide them into the categories. അവൻ ഇങ്ങനെ അവരെ പല ഭാഗങ്ങളായി തിരിക്കും. Good servant or the wicked servant. ഒരുപക്ഷെ നല്ല ദാസൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ കഠിനഹൃദയ എന്ന് വിളിക്കും. What kind of category will you fall if the Lord comes this evening? കർത്താവ് ഇന്ന് രാത്രി വന്നാൽ നിങ്ങൾ അതിൽ ഏത് കൂട്ടത്തിൽ പെടും? Where will you be found in this aspect? നിങ്ങൾ അതിൽ എവിടെ പെടും? Just think of this passage for a while. ഈ ഭാഗം നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കുക. Because we find everybody sitting here will fall into either of these three categories. ഈ ഇരിക്കുന്ന എല്ലാവരും ഈ മൂന്ന് കാറ്റഗറിയിൽ പെടും. What are those three categories we find here? എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന മൂന്ന് കാറ്റഗറി? We find three responses in this group of people. ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് കൂട്ടം ആളുകളിലെ മൂന്ന് തരത്തിലുള്ള പ്രതികരണമാണുള്ളത്. The first group is they who have outrightly rebelled against him. ഒരു കൂട്ടർ വന്ന് തന്നെത്താൻ സ്വയം മുഖത്താവിൽ തന്നെ അവർ കർത്താവിനെ എതിർത്തു. Outright rebellion against him. അവനെതിരായിട്ട് അവർ പ്രതിഷേധിച്ചു നിൽക്കുന്നു. They hated him. അവനെ വെറുത്തു. Think of it for a while. ഒരു പ്രാവശ്യം ഓർക്കുക. By the time the Lord was talking, കർത്താവ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ just after a couple of days, exactly the same thing took place in his own life. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് തന്നെ കർത്താവിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. Jerusalem was just 17 miles away. യെരുശലേം എന്ന് പറഞ്ഞത് വെറും 17 മൈലുകൾ മാത്രം ദൂരം. Just a 6 hours walk from that place. അവർ നിൽക്കുന്നിടത്ത് നിന്ന് 6 മണിക്കൂറുകൾ മാത്രമുള്ള യാത്ര. And here we read about they who rebel against him. അവനെതിരായിട്ട് മത്സരിച്ചവർ. And the same thing happened in the life of the Lord Jesus Christ. കർത്താവിന്റെ ജീവിതത്തിലും അത് തന്നെ സംഭവിച്ചു. As he entered, they were all shouting, Hosanna, Hosanna, and welcoming him into the city. അവൻ യെരുശലേമിലേക്ക് വരുമ്പോൾ ഓശന്ന ഓശന്ന എന്ന് പാടി അവനെ സ്വീകരിച്ചു. But just after a couple of hours, എന്നാൽ ചില മണിക്കൂറുകൾ മാത്രം they കഴിഞ്ഞപ്പോൾ all gathered together in unison. അവർ ഒന്നിച്ചു കൂടി. And in one voice they were saying like this. അവർ ഒന്നിച്ചു കൂടി ഒരേ സ്വരത്തിൽ പറഞ്ഞു, Away with him, away with him. അവനെ വിട്ടുപോ, അവനെ വിട്ടുപോ. Crucify him, crucify him. ക്രൂശിക്കുക, ക്രൂശിക്കുക എന്ന് അവർ വിളിച്ചു. We have no king than Caesar. അതെ, അവന് സീസറിനെ മതി എന്നുള്ളത്. What the Lord was speaking, the same thing he experienced right after some days. അതെ, കർത്താവ് ഇവിടെ എന്ത് പറഞ്ഞു അത് തന്നെ കർത്താവിന്റെ ജീവിതത്തിൽ അടുത്ത മണിക്കൂർ കഴിഞ്ഞപ്പോൾ സംഭവിച്ചു. But how sorry state it would be for them who hated the Lord Jesus Christ. അതെ, കർത്താവിനെ വെറുത്തവരായ അവനെ തള്ളിക്കളഞ്ഞവരുടെ ജീവിതത്തിൽ എത്രയോ ദുഃഖകരമാണ്. Those who do not believe in the Lord Jesus Christ, അവനെ വിശ്വസിക്കാത്തവരുടെ ജീവിതം. Those who do not accept him as their Lord and their King and their Master, അവനെ രക്ഷിതാവും രാജാവുമായി സ്വീകരിക്കാത്തവരുടെ ജീവിതം. They are those who hate him and his kingdom. അവനെ എതിർത്തവരും വെറുത്തവരുമായവരുടെ രാജ്യം. That is the greatest sin that one can do in this life. അവരുടെ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ പാപം അതാണ്. Beloved, പ്രിയമുള്ളവരെ, which category would you fall in? നിങ്ങൾ ഇതിൽ എവിടെ പെടും? They hated the king. അവർ രാജാവിനെ വെറുത്തു. And that is the greatest sin that anybody can do. ഇവിടെ ചെയ്യാവുന്ന ഏറ്റവും വലിയ പാപം, നമുക്ക് ചെയ്യാവുന്ന പാപം അതാണ്. Sitting here you may say, if had we been hating him, we wouldn't have been here. ഒരുപക്ഷെ നിങ്ങൾ പറയാം, ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് പറയാം, ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ എന്തെങ്കിലും അവൻ ചെയ്തിട്ടില്ല എന്ന്. And that's what in this conference you are going to find out. അതാണ് ഇന്ന് ഈ കോൺഫറൻസ് മുഖാന്തരം നിങ്ങൾ പഠിക്കുവാൻ അറിയുവാൻ പോകുന്നത്. In which of these three responses you will be falling this evening and this conference days. ഈ പ്രതികരണത്തിൽ ഈ മൂന്നിൽ നിങ്ങൾ എവിടെ പെടുമെന്നുള്ളതാണ് ഈ കോൺഫറൻസ് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. Not only first of all we find they that hated the king, അവർ രാജാവിനെ വെറുത്തു എന്നുള്ളത് മാത്രമല്ല, but notice they were not successful. They were not successful.
അവർ അതിൽ വിജയിച്ചില്ല. They will never be successful. ഒരിക്കലും അതിൽ വിജയിക്കത്തില്ല. He is king and king of kings. അവൻ രാജാവും മഹാരാജാവുമാണ്. He is Lord and Lord of lords. അവൻ കർത്താദി കർത്താവാണ്. He is going to return one day for sure. അവൻ ഒരിക്കൽ മടങ്ങി വരുമെന്നുള്ളത് തീർച്ചയാണ്. The first category of the response we find that they that hated him. അതെ, ആദ്യത്തെ അവരുടെ പ്രതികരണം പറഞ്ഞത് ഒരു കൂട്ടർ അവനെ വെറുത്തു. Look at the second group of responses. രണ്ടാമത്തെ പ്രതികരണം എന്താണ്? You know what do we find there? എന്താണ് നമ്മുടെ കാണുന്നത്? When the master came back യജമാനൻ തിരിച്ചു വന്നപ്പോൾ and he called all the servants. അവന്റെ ദാസന്മാരെ അവൻ വിളിച്ചു. And he asked them how much and what they have done about whatever was entrusted to them. അവരെ പരമേൽപ്പിച്ചതുകൊണ്ട് അവർ എന്താണ് ചെയ്തതെന്ന് അവൻ ചോദിച്ചു. So the first one came and said like this in verse 16. 16ാമത്തെ വാക്യത്തിൽ ആദ്യത്തവൻ ഇങ്ങനെ വന്ന് പറഞ്ഞു. Notice that word. Verse 16. Then came the first saying, Lord, thy pound hath gained 10 pounds. കർത്താവേ, നീ തന്ന റാത്തൽ കൊണ്ട് 10 റാത്തൽ സമ്പാദിച്ചിരിക്കുന്നു. You know why I like this man is? എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെടുന്നു പറയട്ടെ. Notice that word, what he says there. അവൻ പറഞ്ഞിരിക്കുന്ന വാക്ക് എന്താണെന്ന് കണ്ടു നോക്കുക. Thy pound. നീ തന്ന, not my pound. നീ തന്ന റാത്തൽ. Not my greatness. എന്റെ അല്ല, എന്റെ കഴിവല്ല. Not because of what I could do for you. എനിക്ക് ചെയ്യാവുന്ന വെച്ചുകൊണ്ടുള്ളതല്ല. Not my achievements. എന്റെ നേട്ടങ്ങളല്ല. Thy pound. നീ തന്ന, Lord, thy pound hath earned this 10 pounds. നീ തന്ന റാത്തൽ കൊണ്ട് 10 റാത്തൽ ഞാൻ സമ്പാദിച്ചിരിക്കുന്നു. What was the word from the Lord Jesus Christ? കർത്താവിന്റെ മറുപടി എന്തായിരുന്നു? The noble man said like this. കുലീനനായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു. Well done, good servant. നല്ല ദാസനെ. You know what do we see the second category? രണ്ടാമത്തെ കൂട്ടർ എന്താണ്? The faithful obedience of some. വിശ്വസ്തരായ ദാസന്മാർ. What is that faithful obedience? എന്താണ് ആ വിശ്വസ്തമായ അനുസരണം? Which has done whatever the master has entrusted to him faithfully. എന്താണ് യജമാനൻ ഏൽപ്പിച്ചോ അവർ അത് ചെയ്തു. And master appreciated that. അത് യജമാനൻ അവരെ അനുമോദിക്കുന്നു. And he received the reward for it. അവർക്കുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കുന്നു. So first group of people, they that hated him. അവരെ വെറുത്തവരായ ആദ്യത്തെ ഒരു കൂട്ടർ. Second group of people we see is those who have had faithful obedience to his commandment. അവർ അനുസരണയോടുകൂടി അത് അവർ വിശ്വസ്തരായി അവർ ഉപയോഗിച്ചു. So the verse 16 to 18 you have those group of people. അങ്ങനെയുള്ള ഒരു കൂട്ടരാണ് 16 മുതൽ 18 വരെയുള്ള വാക്യത്തിൽ നാം കാണുന്നത്. But when you come to verse 20, എന്നാൽ 20ാമത്തെ വാക്യത്തിൽ നാം വരുമ്പോൾ you have the third category of people. അവിടെയാണ് മൂന്നാമത്തെ കൂട്ടരെ കുറിച്ച് Who പറഞ്ഞിരിക്കുന്നത്. are these? അവരാരാണ്? They are those who are disobedient and unfaithful. അതെ, അവിശ്വസ്തരായി അവനെ അനുസരിക്കാതെ പോയ ഒരു കൂട്ടം ആളുകൾ. Unfaithful in disobedience. അവനെ അനുസരിക്കൊണ്ട് അവിശ്വസ്തരായി പാർത്തവർ. Because they had a misrepresented view of the master in their mind. യജമാനനെ കുറിച്ചുള്ള അവരുടെ തെറ്റിദ്ധാരണകൾ നിമിത്തം അവരുടെ ജീവിതം തെറ്റിപ്പോയി. They never tried to understand the Lord. കർത്താവിനെ അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ They have heard about him. അവനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. They sit with him. അവനോടൊപ്പം ഇരുന്നിട്ടുണ്ട്. Or they sit with the people who come in his name. അവന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ ഒപ്പം അവർ ഇരുന്നിട്ടുണ്ട്. But in personal life they have not grown into that relationship with him. എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ ആ ബന്ധത്തിലേക്ക് അവർ വളർന്നിട്ടില്ല. How much do you know your Lord as your Lord? You should have been known in your life. അവനെ അറിഞ്ഞിരിക്കേണ്ട പോലെ എത്ര പേർ ഇന്ന് ജീവിതത്തിൽ അവനെ അറിഞ്ഞിരിക്കുന്നു. How essential it is that our knowledge of our master might go increasing. അതെ, അവനെ അറിഞ്ഞിരുന്നതുപോലെ അറിയത്തക്ക രീതിയിൽ വളരേണ്ടത് എത്രയോ The അത്യാവശ്യമാണ്. saddest part of many lives is this these days. എത്രയോ ജീവിതങ്ങളുടെ ഏറ്റവും നിരാശകരമായ ദുഃഖകരമായ സത്യം ഇതാണ്. Many are continuing just because of the sake of continuing in Christian life. അത് ക്രിസ്തീയ ജീവിതത്തിൽ തുടരണമെന്നുകൊണ്ട് അവർ തുടർന്നു എന്ന് മാത്രം. Their belief has not turned to convictions. അവരുടെ വിശ്വാസങ്ങൾ അവരെ ഒരു നല്ലൊരു കൺവിക്ഷൻ എത്തിച്ചിട്ടില്ല. Grounded on the solid doctrines of the scriptures. ഉപദേശ സത്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ടിട്ടില്ല. He misunderstood the master. അവരുടെ യജമാനനെ തെറ്റിദ്ധരിച്ചു. He represented him in a very different way. അവരെ വല്ലാതെ അവർ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കി. And what a statement he is making about him. എന്താണ്, എങ്ങനെയൊരു വാക്കാണ് കർത്താവിനെ In കുറിച്ച് fact, പറയുന്നത്? whatever he spoke there, master is actually just opposite of that. അതെ, എന്താണ് കർത്താവ് അതിനെതിരായിട്ടാണ് അവർ പറയുന്നത്. This evening, everyone sitting here would fall into either of these three categories. ഇന്ന് രാത്രി ഇവിടെ കൂടിയിരിക്കുന്നവർ ഈ മൂന്ന് കൂട്ടത്തിൽ എവിടെയെപ്പെടും? Either with them who have done the outright rebellion, അതെ, അവന് മുമ്പാകെ പ്രതിഷേധിച്ച് ജീവിച്ച ഒരു കൂട്ടം, or otherwise faithful obedience, അല്ലെങ്കിൽ വിശ്വസ്ത ദാസന്മാരായി, or thirdly unfaithful disobedient. അതെ, അനുസരണം കെട്ടവരായ വിശ്വസ്തരല്ലാത്തവരായ അവിശ്വസ്തരായി പാർക്കുന്നു. And as the word of God will be expounded from this moment onward before us, ഇന്ന് രാത്രി മുതൽ നമ്മുടെ മുമ്പാകെ ദൈവവചനം തുറക്കപ്പെടുമ്പോൾ by many servants of God, പല ദൈവദാസന്മാർ in മുഖാന്തരമായി different aspects of our Christian life, to be occupied till he comes. അതെ, കർത്താവ് വരുവോളം നാം വ്യാപാരം ചെയ്യുന്ന വിഷയങ്ങളെ കുറിച്ച് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ May the Spirit of God search your heart and my heart, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെയും എന്റെയും ഹൃദയത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കട്ടെ. and help us to know in which group, which category, which kind of people in responses do I be found before the Lord. അതേ, കർത്താവിന്റെ മുമ്പാകെ നാം ഏത് കൂട്ടത്തിൽ ഏത് ഗണത്തിൽപ്പെടുമെന്നുള്ള ആ
കണക്ക് നമുക്ക് കാണുവാൻ കഴിയട്ടെ. Occupy in evangelism. അതേ സുവിശേഷ ഘോഷണത്തിൽ നാം വ്യാപൃതം ചെയ്യുക. Reaching out the unreached. അതേ രക്ഷിക്കപ്പെടാത്തവരെ നാം രക്ഷയിലേക്ക് കൊണ്ടുവരിക. Which category will you be found? നാം അവിടെ എവിടെപ്പെടും? Occupy in edification. അതേ സഭയെ പ്രബോധിപ്പിക്കുന്നതിൽ നാം ഉത്സാഹിക്കുക. Encouraging one another. അന്യോന്യം നാം പ്രോത്സാഹിപ്പിക്കുക. Visiting one another. അന്യോന്യം സന്ദർശിക്കുക. Helping one another. അന്യോന്യം സഹായിക്കുക. What was your contribution in that? അതിൽ നിങ്ങളുടെ സംഭാവന എന്താണ്? Which category will you be found? നിങ്ങൾ അതിൽ എവിടെപ്പെടും? Occupying in engaging the service for the Lord. കർത്താവിന്റെ അവന്റെ ഇടപാടുകളിൽ നാം കർബോത്സുകരായി വ്യാപാരം ചെയ്യുന്നവരാണോ? How will be found? നാം എവിടെ എങ്ങനെ നിൽക്കും? And fourthly, നാലാമതായിട്ട് occupying till he come in his anticipation, faithfully doing all for the master. അതേ ആ പ്രത്യാശയിൽ ആ കാത്തിരിപ്പിൽ അവന് വേണ്ടി വിശ്വസ്തരായി ആ വേല ചെയ്യുക. This is the theme of the conference. ഇതാണ് ഈ കോൺഫറൻസിന്റെ ചിന്താവിഷയം. These are the 4 aspects we'll be studying in. അതിന്റെ 4 ഘടകങ്ങൾ ഇതാണ്. And just to find out ourselves by God's grace being brought into this servanthood of the Lord Jesus Christ. അതേ അവന്റെ ദാസത്വത്തിന് കീഴിൽ വരുവാൻ തക്കവണ്ണം ദൈവത്താൽ നമുക്ക് ഭാഗ്യം ലഭിച്ചു. How privileged we are having received this little thing in our life. ഈ ചെറിയ കാര്യം നമുക്ക് ലഭിച്ച എത്രയോ ഭാഗ്യം. And what is he expecting from us? അതുകൊണ്ടാണ് അവൻ എന്താണ് പ്രതീക്ഷിക്കുന്നത്? Just one word. ഒരു കാര്യം. Just one word. ഒരു വാക്ക്. Just one word. ഒറ്റ വാക്ക്. And you know what is that? എന്താണെന്ന് അറിയാമോ? Faithfulness. വിശ്വസ്തത. Faithfulness. വിശ്വസ്തത. The most missing thing in the lives of Christian today is faithfulness. ദൈവമക്കളുടെ ഇടയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യം വിശ്വസ്തത എന്നുള്ളതാണ്. Husband and wife faithful to one another. ഭാര്യ ഭർത്താക്കന്മാർ അന്യോന്യം വിശ്വസ്തരായിരിക്കുക. Parents to children faithful in the family relations. മാതാപിതാക്കൾ അന്യോന്യം വിശ്വസ്തരായിരിക്കുക. Faithful in our brotherly relations. നമ്മുടെ സഹോദര ബന്ധത്തിൽ നാം വിശ്വസ്തരായിരിക്കുക. This is the missing mark in our Christian life today. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ അന്യം വന്നു പോയ കാര്യം ഇതാണ്. When the Lord sees faithfulness, കർത്താവ് വിശ്വസ്തതയെ കാണുമ്പോൾ, notice faithfulness not in big things, വലിയ കാര്യങ്ങളിലുള്ള കാര്യങ്ങളല്ല, faithfulness in very little things. അല്പമായ കാര്യങ്ങളിലുള്ള വിശ്വസ്തത. A very little thing. അല്പകാര്യങ്ങളിലെ വിശ്വസ്തത. Maybe in your college, ഒരുപക്ഷെ നിങ്ങളുടെ കോളേജിൽ, maybe in your workplace, നിങ്ങളുടെ ജോലിയിൽ, maybe in your neighborhood, അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിൽ, maybe in your little dealings and your priorities, നിങ്ങളുടെ കൊച്ചിടപാടുകളിൽ, maybe in your decision making, നിങ്ങളുടെ ചിന്തകളിൽ ഉണ്ടാകുന്ന തീരുമാനമെടുക്കലുകളിൽ, wherever the Lord sees little faithfulness, there is a reward waiting for you. എവിടെയെല്ലാം കർത്താവ് അല്പത്തിലുള്ള വിശ്വസ്തത കാണുന്നു അവിടെ അവൻ പ്രതിഫലം കൊടുക്കും. As I stop for this evening, ഈ രാത്രി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. oh, the master's voice, let it echo in your ear and my ear. കർത്താവിന്റെ ശബ്ദം നിങ്ങളുടെ ഹൃദയങ്ങളിൽ, നിങ്ങളുടെ കാതുകളിൽ നിന്ന് മുഴങ്ങട്ടെ. He says, occupy till I come. ഞാൻ വരുവോളം നിങ്ങൾ വ്യാപാരം ചെയ്യുക. He indeed came back. അവൻ തിരിച്ചു വന്നു. And he is going to come. അവൻ തിരിച്ചു വരും. There is no doubt. അതിൽ യാതൊരു സംശയവും. But as we anticipate his coming, അതിനു വേണ്ടി നാം കാതോർത്ത് കാത്തിരിക്കുമ്പോൾ, will you make a commitment? ഇന്ന് രാത്രി നിങ്ങൾ, Lord, I will be found in the category of the faithful obedient. അതേ കർത്താവേ, ഞാൻ നല്ലവരായ വിശ്വസ്തരായവരുടെ കൂട്ടത്തിൽ പെടുവാൻ ആഗ്രഹിക്കുന്നു. തീരുമാനമെടുക്കുമോ? I was thinking like this. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. What should have constrained the servants to be occupied of master till he come? അതേ കർത്താവ് വരുവോളം അവന് വേണ്ടി വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുവാൻ അവരെ നിർബന്ധിക്കുന്ന കാര്യം എന്തായിരിക്കണം? What should have constrained them? എന്തായിരിക്കണം അവരെ നിർബന്ധിക്കുന്ന? What should constrain you and me? നിങ്ങളെയും എന്നെയും പ്രേരിപ്പിക്കുന്ന പ്രേരണാത്മക ശക്തി എന്തായിരിക്കണം? The first thing is what you know, he is going to come, and he is going to come as a king. അതേ അവൻ വരും. അവൻ വരിക മാത്രമല്ല, രാജാതി രാജാവായി അവൻ വരുമെന്നുള്ള സത്യം. That should constrain you and me. അത് നിങ്ങളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കണം. All kingdoms will fall down. എല്ലാ രാജ്യത്വങ്ങളും മാറിപ്പോകും. All that you are so much downloaded with all taxing, especially in this country, നമ്മുടെ ഹൃദയത്തിൽ തലമണ്ടയിൽ വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നശിച്ചു പോകും. it is very difficult for us to breathe freely. അതേ അത് നിസ്സാരമായിട്ടൊന്ന് സ്വാതന്ത്ര്യമായിട്ട് ശ്വാസം വിടുവാൻ പോലും He is going to return. അവൻ വരും. And he is going to come as a king. അതേ അവൻ രാജാവായിട്ട് തന്നെ മടങ്ങി വരും. And you and I will be part of that kingdom. ആ രാജ്യത്വത്തിൽ നാമും നിങ്ങളും ഞാനും നിങ്ങളും ഒരുപോലെ പങ്കാളികളാകും. Second thing should constrain us is, രണ്ടാമത്തെ കാര്യം ഇതായിരിക്കും, there is great incentive if you are occupied with him. അവന് വേണ്ടി വ്യാപാരം ചെയ്യുകയാണെങ്കിൽ അതിന് അനേക പ്രതിഫലങ്ങളുണ്ട്. Your labor in the Lord will never be in vain. നിങ്ങൾ ചെയ്യുന്ന വ്യാപാരം ഒരിക്കലും അത് വൃഥാവായി പോകത്തില്ല. Anything for which you are sweating now, നിങ്ങൾ എന്ത് ഇന്ന് അവന് വേണ്ടി ചെയ്യുന്നുവോ, running after now, അവന് വേണ്ടി എന്തിനു വേണ്ടി ഓടുന്നുവോ, hoarding it now, എന്ത് പിടിച്ചു വെക്കുന്നുവോ, will be all left here. അതെല്ലാം നാം ഇന്നിവിടെ വിട്ടിട്ട് It is പോകും. dust and return to dust. അതെല്ലാം പൊടിയാണ്, പൊടിയിലേക്ക് മടങ്ങിപ്പോകും. But a glass of water in the name of the Lord to anybody, എന്നാൽ കർത്താവിന്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം നാം കൊടുത്താൽ, he assures 100% and 100-fold incentive reward for that. അതിന്റെ 100 മടങ്ങ് അവൻ മടക്കി തരും.